എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സാറ്റലൈറ്റ് 80 ഡിഗ്രി KU ബാൻഡ്. 80 ഡിഗ്രി കൂടുതലായിട്ടും ട്രാക്ക് ചെയ്തിട്ടുള്ളത് 2 LNB ഉപയോഗിച്ചിട്ടാണ്. ഫുജി LNB, പിന്നീട് ചെയ്തിട്ടുള്ളത് ഫുജിയും ഇൻവെർട്ടറും കൂടി മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഈ 2 രീതിയിലാണ് 80 ഡിഗ്രി കൂടുതലായിട്ടും ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ഫുജി LNB മാത്രം ഉപയോഗിച്ചിട്ടും ഇൻവെർട്ടറും ഫുജിയും കൂടി മോഡിഫൈ ചെയ്തിട്ടുള്ള ആ LNB ഉപയോഗിച്ചിട്ടും. കൂടുതൽ പേരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് സോളിഡിന്റെ രണ്ടായിട്ടുള്ള LNB ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഫുജി LNB മാത്രമേ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ 80 ഡിഗ്രി എന്നുള്ളത്. അല്ല, സോളിഡിന്റെ LNB നമുക്ക് കിട്ടും. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലായിരുന്നു, അങ്ങനെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 80 ഡിഗ്രി സോളിഡിന്റെ രണ്ടായിട്ടുള്ള LNB ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന സിഗ്നലാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന 6 ഫീറ്റ് സോളിഡിൻ്റെ ഡിഷിലാണ് രണ്ടൗട്ടുള്ള LNB ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. LNB വെച്ച രീതി നോക്കുക. സി ബാൻഡിൻ്റെ സ്കാലറിംഗിലാണ് സോളിഡിൻ്റെ LNB വെച്ചിട്ടുള്ളത്. അത് 2 സൈഡിൽ നിന്ന് 2 മരക്കഷ്ണത്തിൻ്റെ പീസ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തിയതാണ്. സി ബാൻഡിൻ്റെ സ്കാലറിംഗിൽ 2 രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, 83 80. 83 80ലേക്കുള്ള ആ ഒരു ചെരിവ് നോക്കുക, കുറഞ്ഞ കേപ്പേ ഉള്ളൂ. LNB ഇറക്കി വെച്ച രീതി നോക്കുക. 80 ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്ന ഓരോ ടിപ്പിൻ്റെ സിഗ്നൽ എത്ര ശതമാനം കിട്ടുന്നുള്ളത് മീറ്ററിൽ നോക്കാം. പിന്നീട് സെറ്റ് ടോപ്പ് ബോക്സ് ട്യൂൺ ചെയ്തിട്ട് എത്ര ചാനൽ ട്യൂൺ ആവുന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. സോളിഡിൻ്റെ ഡബിൾ ഔട്ട് LNB ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തപ്പോൾ കിട്ടിയ ചാനലിൻ്റെ എണ്ണം 135. അപ്പോൾ നമുക്ക് ഡബിൾ ഔട്ട് LNB ഉപയോഗിച്ചിട്ടും 80 ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 80 ഡിഗ്രി പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ കാലത്ത് ട്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ വൈകിട്ട്. ഈ 2 ടൈമിൽ നല്ല സിഗ്നലാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.